കൗൺസിലറോട് ചോദിക്കട്ടെ. മീരാജി, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് കുട്ടിക്കാലത്ത് എക്സ്പോസ്ഡ് ആയി പോയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഇവരെ നമുക്കൊരു വേറൊരു കുട്ടിയോട് താരതമ്യപ്പെടുത്താനൊന്നും പറ്റത്തില്ല. ഇവർ ഒരു എക്സെപ്ഷണൽ കേസാണ്. എന്നാലും പൊതുവെയുള്ള കുട്ടികളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഇപ്പം? അതായത് ഞാൻ ഈ ചില സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ എനിക്ക് കുട്ടികളെയൊക്കെ കാണുമ്പോഴേ അവരുടെ ഫേസിൽ എഴുതി വെച്ചിട്ടുണ്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. തീർച്ചയായിട്ടും സാറേ, ഞാൻ വനിതാ ശിശു വികസന വകുപ്പിന്റെ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലറാണ്. നമ്മൾ കുട്ടികളുമായിട്ടും പേരൻസുമായിട്ടും ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളാണ് ഫീൽഡിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് വൾണറബിൾ ഇഷ്യൂസ് നേരിടുന്ന കുട്ടികൾ നമ്മുടെ റൂട്ട് ലെവലിലുണ്ട്. അപ്പം അവരെ കൃത്യമായി കണ്ടെത്തുക, അവർക്കൊരു ശക്തമായ റെഫറൽ സംവിധാനം ഒരുക്കി കൊടുക്കുക, ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മാനസികാരോഗ്യ വിദഗ്ധർ തന്നെ നമ്മുടെ റൂട്ട് ലെവലിലുണ്ട്. ഇതിനെ മാക്സിമം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിലാണ് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഏരിയ ഇല്ല. കേരളം എന്നല്ല, നമ്മുടെ നാട്ടിൽ എല്ലാത്തിലും വികസനമുണ്ട് എന്ന് പറഞ്ഞാലും മാനസികാരോഗ്യത്തിൽ അത്രത്തോളം വികസനം എത്തിയിട്ടില്ല. കാരണം അത് ഇപ്പൊ എന്നെ പോലെയൊക്കെയുള്ള ഈ നമ്മുടെ പുതിയ ഭാഷ പറഞ്ഞാൽ തന്തവയുള്ള ആൾക്കാർ അന്ന് അങ്ങനെയായിരുന്നു. ഒരു വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് കുട്ടികളെല്ലാം സുരക്ഷിതമായിരുന്നു. അത് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ കാലമൊക്കെ പോയി. അപ്പൊ നമ്മളിപ്പോൾ അണുകുടുംബ സംവിധാനമാണ്, മറ്റേത് കൂട്ടുകുടുംബമായിരുന്നു, അങ്ങനെയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പുതിയ സംവിധാനത്തിൽ നമ്മൾ ഇപ്പോഴത്തെ കാര്യം ഇന്നത്തെ തറയിൽ ഉറച്ചു നിന്നിട്ടല്ലേ കാര്യമുള്ളൂ. ഇന്നത്തെ തറയിൽ നിന്നുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടെ സുരക്ഷിതത്വം, അല്ലെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം, അപ്പോൾ അവർക്ക് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ പഠിപ്പിക്കുന്നില്ല. ഈ വീട്ടിലെ കമ്മ്യൂണിക്കേഷൻ കുറവ് ബാധിക്കുന്നുണ്ടോ? ഞാനത് സാറ് പറഞ്ഞപ്പോൾ ഓർക്കുന്നത്, +1 വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം ഒരു റീസെൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. 5 പേരുണ്ട് വീട്ടിൽ, പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് അവളുടെ ചുറ്റുപാടുകളൊക്കെ അന്വേഷിക്കുന്ന സ്കൂളിലെ കൂട്ടുകാരുടെ ഇടയിൽ നിന്നുള്ള വിഷയമാണ് എന്നൊക്കെ നമുക്ക് സംശയം തോന്നി നമ്മളിങ്ങനെ അവളുടേതായ, പക്ഷേ അവൾ അതൊന്നുമല്ല, അവൾക്ക് അതൊന്നും ഒരു വിഷയമില്ല, അവൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. നമുക്ക് ശരിക്കും നല്ല സംസാരിക്കാൻ പറ്റുന്നില്ല. അതെ, വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ വരുന്നത് 9 മണി കഴിഞ്ഞാണ്. അവളുടെ ഒരു ഉറക്കം വന്ന സമയം അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവൾ ഉണർന്നിരുന്നാലും അച്ഛൻ ആ സമയമാകുമ്പോഴേക്കും ഫോണുമായിട്ട് ഒരു മുറിയിലേക്ക് പോകുന്നു. ഞാൻ ക്ഷീണിച്ച് അവശനായിട്ട് വന്നതാണ്, എന്നെ ആരും ശല്യപ്പെടുത്തരുത് എന്നുള്ളൊരു മനോഭാവം. അമ്മ അച്ഛനുള്ള പാചകവുമായിട്ട് ആ സമയത്ത് അമ്മ നല്ല ബിസിയാണ്. കാരണം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ TV സീരിയൽ ഒന്നും കാണാറില്ല എൻ്റെ കുട്ടിക്ക് വേണ്ടി. അങ്ങനെയാണ് അമ്മ പറയുന്നത്. എന്ന് അമ്മ ഇങ്ങനെ നമ്മളോട് പറയാണ്. കാരണം അത്രത്തോളം ത്യാഗം ചെയ്യുന്ന ഒരു കുടുംബമാണ് എൻ്റേതെന്ന് പറയുമ്പോഴും ആ കുട്ടി അനുഭവിക്കുന്ന ആ ഒരു ഒറ്റപ്പെടലിന് അവിടെ ഒരു ഉത്തരവില്ല. അപ്പൊ ഈ കുട്ടി ആരോട് സംസാരിക്കും കുട്ടിയുടെ പ്രശ്നമൊക്കെ? അതെ, കുട്ടിയുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ ആളില്ല. അതിനാണ് നമ്മൾ ആ ഒരു കൗൺസിലിങ്ങിന് കുട്ടി വന്നു എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും കുഞ്ഞുനാൾ മുതലേ കുട്ടികളിൽ ഈ ഒരു സ്കിൽ ഡെവലപ്മെന്റ്, അതാണ് ശരിക്കും എന്താണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ഒരു ജീവിത നൈപുണി വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ശരിക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുട്ടികളിലല്ല തുടങ്ങേണ്ടത്, പേരൻസിലാണ് നമ്മളത് തുടങ്ങേണ്ടത്. പേരന്റിങ് അവയർനെസ്. ഓക്കെ, ഡോക്ടർ ജോജി മാത്യു, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കുട്ടികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേ ഈ പ്രായമായവർക്കും കുട്ടിത്വം കൂടുതലാണെന്ന് ആൾക്കാർ പറയുന്നത്. കാര്യം കുട്ടികൾ ഇങ്ങനെയൊക്കെ ആകണം എന്ന്